കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കോട്ടയം അസംബ്ലി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹത്തോടെ സഭ മുന്നോട്ട് പോകുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇനി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം കൂടി എനിക്കും സംബന്ധിക്കുവാനും ദൈവത്തിൻ്റെ വിലയേറിയ വചനം ശുശ്രൂഷിക്കുവാനും ദൈവം ഒരുക്കി തന്ന വിലയേറിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളുമായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുക. ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനത്താലാണ് നമ്മൾ വീണ്ടും ജനിച്ചത്. ദൈവത്തിൻ്റെ വചനമാണ് ഈ മരുഭൂമി യാത്രയും നമ്മുടെ കാലവും ദീപവും പാതയ്ക്ക് പ്രകാശവുമായി എന്നും നിലനിൽക്കുന്നത്. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ വഴിയിതാകുമെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നത് ദൈവത്തിന്റെ വലിയൊരു വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആ നിലയിൽ ദൈവവചന പഠനത്തിന് സഭ കൊടുത്തിട്ടുള്ള മാന്യത അത് ശ്ലാഘനീയമാണ്. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുകയും എന്ന ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് എടുക്കുവാനായിട്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവജനത്തിന് വലിയൊരു പ്രാർത്ഥന ഈ ക്ലാസ്സിന്റെ അനുഗ്രഹത്തിനായി ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം അതിനാമുഖമായി വായിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പി. ദൈവനാമത്തിന് ഒരു സ്തോത്രം. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് ഇവിടെ നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ ഏകദേശം AD 61 ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പൗലോസ് റോമയിൽ വീട്ടുതടങ്കലിൽ കഴിയുമ്പോൾ എഴുതിയ ലേഖനമാണിത്. കാരാഗൃഹ ലേഖനങ്ങളിൽ ഒരു ലേഖനം എന്നുള്ള നിലയിലാണ് ഈ ഫിലിപ്പ് ലേഖനത്തെ നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ കാരാഗൃഹ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ 4 ലേഖനങ്ങളാണ് നാം അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. എഫേസ്യ ലേഖനം, ഫിലമോന്റെ ലേഖനം, കൊലോസ്യ ലേഖനം, മാത്രമല്ല ഈ ഫിലിപ്പ് ലേഖനം. ഇങ്ങനെ 4 ലേഖനങ്ങളാണ് പ്രിസൺ എപ്പിസൽസ്, കാരാഗ്രഹ ലേഖനങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പൗലോസ് തന്റെ 2-ാം മിഷണറി യാത്രയിൽ ഫിലിപ്പിയ സന്ദർശിച്ചപ്പോഴാണ് ലുദിയ, രക്താംബരം നിൽക്കുന്നവളായ ലുദിയ രക്ഷിക്കപ്പെട്ടത്. അവരുടെ ഹൃദയം കർത്താവിന് വേണ്ടി തുറന്നു കൊടുത്തത്. യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ ആദ്യമായി ഒരാൾ രക്ഷിക്കപ്പെടുന്നത് ഈ നിലയിലാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഫിലിപ്പിയ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞാൽ, മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവായ ഫിലിപ്പ് രാജാവ് ഏതാണ്ട് BC 353 പിടിച്ചെടുത്ത ഒരു പട്ടണമാണ് ഈ ഫിലിപ്പിയ പട്ടണം എന്ന് പറയുന്നത്. ആ പട്ടണം താൻ പിടിച്ചെടുത്തത് കൊണ്ട് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായി, ഇനി ഒരിക്കലും ഈ പട്ടണം എൻ്റെ അധീനതയിൽ നിന്ന് മാറുവാൻ പാടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു പേര്
ഈ പട്ടണത്തിന് കൊടുത്തു. അതാണ് ഫിലിപ്പി എന്ന പേര്. അങ്ങനെയാണ് ഇത് ഫിലിപ്പി എന്ന പേരിൽ അറിയപ്പെടുവാനായിട്ട് തുടങ്ങിയത്. അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പിയിൽ ഒരു നല്ല സഭയുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അതിൻ്റെ ആമുഖത്തില് സകല വിശുദ്ധന്മാരെയും അധ്യക്ഷന്മാരെയും ശുശ്രൂഷകന്മാരെയും സംബോധന ചെയ്തുകൊണ്ടാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ സകല വിശുദ്ധന്മാർ അവിടെയുണ്ട്, അധ്യക്ഷന്മാരുണ്ട്, ശുശ്രൂഷകന്മാരുണ്ട്, എൽഡേഴ്സ് ആൻഡ് ഡീക്കൻസ്. ഇവരെല്ലാം ഈ സഭയിൽ ഉണ്ടായിരുന്നതിന് വളരെ ക്രമീകൃതമായി മുന്നോട്ട് പോകുന്ന ഒരു സഭയായിരുന്നു ഈ ഫിലിപ്പിയ സഭ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം എന്നത് നമുക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾ എപ്പഫ്രോദിത്താസിന്റെ കയ്യിൽ കൊടുത്തയച്ച ആ കൂട്ടായ്മയ്ക്ക് നന്ദി അറിയിക്കുക എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. കൊടുക്കുന്നതിന്റെ മഹത്വവും അതിന്റെ മഹാത്മ്യവും ഒക്കെ ഈ പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഫിലിപ്പി സഭയിൽ അല്പമായ ഭിന്നതയും നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിനുവേണ്ടി അതിൽ നിന്ന് അവർ പിന്മാറാനായിട്ട് അവരെ പ്രബോധിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യവും അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയും. നമുക്കറിയാം, നമ്മുടെ വേദപുസ്തകത്തിലെ ഏത് പുസ്തകം പഠിച്ചാലും ആ പുസ്തകത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആരാണ് എന്ന് നാം ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ ഫിലിപ്പി ലേഖനത്തിൽ കർത്താവായ യേശുക്രിസ്തു സകല നാമത്തിനും മേലായ നാമം ധരിച്ച ക്രിസ്തു എന്ന നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം അത് വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റുയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. സകല നാമത്തിലും മേലായ നാമം നൽകി. സകല നാമത്തിലും മേലായ നാമമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. നാം പാട്ടില് പാടാറുണ്ടല്ലോ, ശ്രീയേശു നാമം അതിശയ നാമം ഏറെ എനിക്ക് ഇമ്പനാമം എന്ന് പറഞ്ഞാൽ ശ്രീയേശു എന്ന നാമം കേൾക്കുമ്പോൾ തന്നെ ഏഴയാകുന്ന എനിക്ക് ഇമ്പം ഉളവാകുന്നതാണ്. ആ അനുഗ്രഹീതമായ നാമം, എല്ലാ നാമത്തിനും മേലായ നാമം ഇല്ലേ, ആ നാമമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം എന്നുള്ളത്. അവിടെ പറയുന്നു, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ലോകത്തിലെ മുഴുവൻ ആളുകളുടെ മുഴങ്കാലുകൾ യേശുക്രിസ്തുവിന് മുമ്പാകണം. ഞാൻ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. അന്ന് ആ വെള്ളസിംഹാസനത്തിലെ ന്യായവിധിയിൽ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത മുഴുവൻ ആളുകളും അന്ന് യേശുക്രിസ്തുവിന് മുമ്പിൽ മുഴങ്കാലുകൾ മടക്കുമെന്ന് പറഞ്ഞാൽ അതെത്രയോ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ്. ലോകത്തിലെ സകല പ്രസിഡന്റന്മാരുടെ മുഴങ്കാലുകൾ യേശുക്രിസ്തുവിന് മുമ്പായി അന്ന് മടങ്ങും. ലോകത്തിലെ സകല രാജാക്കന്മാരുടെ മുഴങ്കാലുകൾ അന്ന് യേശുക്രിസ്തുവിന് മുമ്പാകെ മടങ്ങും. ലോകത്തിലെ സകല മത നേതാക്കന്മാരുടെ മുഴങ്കാലുകൾ അന്ന് യേശുക്രിസ്തുവിന് മുമ്പാകെ മടങ്ങും. ലോകത്തിലെ സകല ഉന്നതന്മാരുടെ മുഴങ്കാലുകൾ അന്ന് യേശുക്രിസ്തുവിന് മുമ്പാകെ മടങ്ങിയിട്ട് എല്ലാവരും പറയുന്നത് യേശുക്രിസ്തു കർത്താവ് എന്നുള്ളതാണ്. അവിടുന്ന് കർത്താവാണ് എന്നാണ് പറയുന്നത്. അപ്പൊ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വം അന്ന് എല്ലാവരും അത് അംഗീകരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുവാനാണ്. പക്ഷെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വെച്ച് അംഗീകരിച്ചിട്ട് കാര്യമില്ല. അതിനുശേഷം അവര് എരിയുന്ന നിത്യനരകത്തിലേക്ക് തള്ളപ്പെടും. ഇവിടെ ഞാൻ ഓർപ്പിച്ചു വരുന്നത്, സകലനാമത്തിനും മേലായ നാമം ധരിച്ചവനാണ് നമ്മുടെ കർത്താവ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ മഹത്വം നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുവോ
അത്രമാത്രം നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരായി ജീവിക്കാനായിട്ട് കഴിയും. നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി പടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുമെന്ന് നിശ്ചയമായ കാര്യമാണ്. നാം എഫെസ്യ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും. എഫെസ്യർ 3:8 എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് പൗലോസിനോട് ചോദിക്കാം, അല്ലയോ പൗലോസേ, ജാതികളോട് എന്തിനാണ് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരു ക്രിസ്റ്റോളജിയാണ്, ഒരു ക്രിസ്തുതത്വ ശാസ്ത്രമാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമേറിയ ഗഹനമേറിയ ഒരു പഠനമാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ജാതികളോട് ഇത്ര ആഴമായ ഒരു ക്രിസ്തു തത്വശാസ്ത്രം പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ജാതികളോട് സിമ്പിൾ ഗോസ്പലല്ലേ പ്രസംഗിക്കേണ്ടത്? അതല്ലേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ പൗലോസിന് ഉദ്ദേശമുണ്ട്. എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിന്റെ മഹത്വം കണ്ട് ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നാൽ ആ വ്യക്തി ധീരതയോട് നിൽക്കും എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ മഹത്വം കണ്ട് ഒരാള് ഈ കർത്താവിലേക്ക് വന്നാൽ ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും പതറാതെ ആ വ്യക്തി നിൽക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അതുകൊണ്ടാണ് ജാതികളോട് യേശുക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കുവാൻ പൗലോസ് ബന്ധപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ മഹത്വം എത്രമാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുവോ അത്രമാത്രം കർത്താവിന് സന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്തുവാനും നന്ദിയുള്ളവരായി ജീവിക്കുവാനും നമുക്ക് സാധിക്കുമെന്നത് നിശ്ചയമായ കാര്യമാണ്. നമുക്കറിയാം, ഈജിയൻ കടലിലെ പാറക്കെട്ടുകളാലും അഗ്നിപർവ്വത സമാന കുന്നുകളാലും നിറഞ്ഞ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ ഏകനായി നാട് കടത്തപ്പെട്ട് അവിടെ ആയിരിക്കുകയാണ്. ഒരു തുറന്ന സ്വർഗവും മനോഹരരൂപിയായ ദൈവപുത്രനെയും യോഹന്നാൻ കാണുകയാണ്. ആ ദൈവപുത്രന്റെ മഹത്വം യോഹന്നാൻ കണ്ടപ്പോൾ നമ്മളോട് വായിക്കുന്നു, ഞാൻ മരിച്ചവനെ പോലെയായി. പ്രിയപ്പെട്ടവരെ, നോക്കണം, ദൈവപുത്രന്റെ മഹത്വം ആരൊക്കെ ദർശിച്ചിട്ടുണ്ടോ അവരെ തന്നെ ദൈവകരങ്ങളിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു അലംഘനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കും നമ്മുടെ ജീവിത കാലയളവിൽ ക്രിസ്തുവിന്റെ പരിജ്ഞാനം അതിൽ വർദ്ധിച്ചു വരുവാൻ, ആ പരിജ്ഞാനത്തിന് ശ്രേഷ്ഠത അത് ശരിയായ നിലയിൽ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പൊ ഫിലിപ്പിയ ലേഖനത്തിൽ നമ്മുടെ കർത്താവിനെ വിശദീകരിച്ചിരിക്കുന്നത് സകലനാമത്തിനും മേലായ നാമം ധരിച്ചവൻ എന്നുള്ള നിലയിലാണ്. നാം ഈ വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് ഇവിടെ പറയുകയാണ്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ ന്യായമായൊരു സംശയം വേദപുസ്തകത്തിന്റെ പഠനത്തിൽ പ്രാരംഭ നാളുകളിലുള്ളവർക്ക് തുറന്നുപോകാനൊരു സാധ്യതയുണ്ട്. അതെന്ന് പറയുന്നത്, അപ്പൊ രക്ഷിക്കപ്പെടാനായിട്ട് പ്രവൃത്തി ആവശ്യമുണ്ടോ? പ്രവൃത്തി ചെയ്താണോ രക്ഷിക്കപ്പെടുന്നത്? അങ്ങനെയൊരു സംശയം ന്യായമായിട്ടുണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ നമ്മൾ ഓർക്കേണ്ടുന്ന വസ്തുത, ഞാൻ 2 ന്യായങ്ങൾ ഇവിടെ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, ഇത് രക്ഷിക്കപ്പെട്ടവർക്കാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കാണ് ഫിലിപ്പിയ ലേഖനം എഴുതിയത്. അപ്പോൾ പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുക, അപ്പൊ രക്ഷയ്ക്കായി പ്രവർത്തിപ്പെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുവാനായിട്ട് പ്രവർത്തിക്കുക എന്നൊരാശയമോടെ ഒരു കാരണവശാലും ഉണ്ടാകുന്നില്ല. മുഴുവനായും രക്ഷയിലേക്ക് വന്ന ഒരു കൂട്ടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അവരോടാണ് അപ്പോസ്തലൻ ഇത് എഴുതുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, വേദപുസ്തകം നമ്മൾ പരിശോധിച്ചാൽ, പുതിയ നിയമം നമ്മൾ പരിശോധിച്ചാൽ, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആത്മരക്ഷ പ്രവൃത്തിയാൽ നേടിയെടുക്കുന്നതല്ല എന്നുള്ളതിന് വളരെ വ്യക്തമായ സൂചനകൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് എല്ലാം നന്മകളും തരുന്നു. സ്വർഗത്തിലെ ദൈവമാണ് നമുക്ക് ആയുസ് തരുന്നത്, ആരോഗ്യം തരുന്നത്,
നമുക്ക് ശ്വസിക്കുവാൻ ശുദ്ധവായു തരുന്ന ദൈവമാണ്, കുടിക്കുവാൻ വെള്ളം തരുന്ന ദൈവമാണ്, കഴിക്കുവാൻ ആഹാരം തരുന്ന ദൈവമാണ്. ദൈവമാണ് നമുക്ക് എല്ലാ നന്മകളും തരുന്നത്. മനുഷ്യന് മാത്രമല്ല, ലോകത്തിലെ സകല ചരാചരങ്ങളെയും ജീവജന്തുക്കളെയും നിലനിർത്തുന്ന ദൈവമാണ്. കടലിലെ മത്സ്യങ്ങള്, കാട്ടിലെ മൃഗങ്ങള്, സമുദ്രത്തിലെ മത്സ്യങ്ങള് മാത്രമല്ല, വയലിലെ താമര, ഇതിനെയെല്ലാം പുലർത്തുന്നത് ദൈവം തന്നെയാണ്. എല്ലാ സസ്യ ലതാദികളെയും പുലർത്തുന്നത് ദൈവം തന്നെയാണ്. പക്ഷേ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം നമുക്ക് എല്ലാ നന്മകളും തരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ തന്നെ ദൈവം നമുക്ക് തരുന്ന നന്മകളിൽ ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ആത്മരക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, ആ ആത്മരക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും പ്രവൃത്തി ചെയ്ത് നേടിയെടുക്കാൻ പറ്റുന്നതല്ല. അത് അത്രമാത്രം മൂല്യമുള്ളതാണ്, വിലയുള്ളതാണ് എന്ന് നാം തിരുവെഴുത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഈ എഫേസ്യ ലേഖനത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമുക്ക് ആ ഭാഗങ്ങൾ നന്നായിട്ട് അറിയാനുണ്ട്. അധ്യായം 8-ാം വാക്യം വായിക്കുന്ന, കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കണം, കൃപയാണല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ കാര്യം പോലും അതിനുണ്ടായിട്ടില്ല. കൃപ കൃപ അത് മാത്രമാണ് അതിനാധാരമായിരിക്കുന്നത്. അടുത്തത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ. നിങ്ങൾ അതിന് കാരണമല്ല. നമ്മൾ വിശ്വസിച്ചു എന്ന് പറയുന്നത് പോലും നമ്മളതിന് കാരണമല്ല, ദൈവത്തിന്റെ കൃപയാണത്. അത് ദൈവത്തിന്റെ ദാനം എന്നാണ് നമ്മൾ വായിക്കുന്നത്. നോക്കണം, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. എന്താ അതിന്റെ അർത്ഥം? പ്രിയപ്പെട്ടവരെ, ഒരാള് പ്രവൃത്തി ചെയ്തങ്ങ് സ്വർഗത്തിൽ പോയി എന്നൊന്ന് വിചാരിക്കുക. പ്രവൃത്തി ചെയ്ത് ആരും സ്വർഗത്തിൽ പോകുകയില്ല, അങ്ങനെ ആരും പോകുകയില്ല, നിശ്ചയമായ കാര്യമാണ്. സപ്പോസ് നമുക്ക് അല്പനേരത്തേക്ക് അങ്ങനെ ചിന്തിക്കാം. പ്രവൃത്തി ചെയ്തിപ്പം ഒരാൾ സ്വർഗത്തിൽ പോയി, അങ്ങനെ ഒരാൾ സ്വർഗത്തിൽ അങ്ങനെ ചെന്നിരിക്കട്ടെ. ചെന്നാൽ ആ വ്യക്തി എന്താ ഞാൻ കട്ട് ചെയ്യാൻ സാധ്യതയുള്ളത്, നല്ലൊരു ചാരികസേനയൊക്കെ എടുത്ത് അവിടെ കാലിന്മേൽ കാലൊക്കെ വെച്ച് അവിടെ ഇരുന്നിട്ട് ആ മനുഷ്യൻ പറയും, ഞാനിവിടെ വന്നത് ഈ ദൈവം തമ്പുരാന്റെ കർണം കൊണ്ടൊന്നുമല്ല, ഞാനിവിടെ വന്നത് ഞാൻ ഒരുപാട് സൽപ്രവൃത്തികൾ ചെയ്തത് കൊണ്ടാണ്. ഞാൻ അനേക തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിച്ചു, അനേകർക്ക് ഞാൻ ഔദാര്യങ്ങൾ ചെയ്തു, ഞാൻ അനേക അവലംബഹീനയെ സഹായിച്ചു, ഞാൻ ഒരുപാട് പുണ്യപ്രവൃത്തികൾ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആർക്കും അങ്ങനെ പറയുവാൻ നിങ്ങൾ അനുവാദം കൊടുക്കുന്നില്ല. ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രവൃത്തി ചെയ്തല്ല നാം ഈ രക്ഷയിലേക്ക് വരുന്നത് എന്നുള്ളത് ദൈവത്തിന്റെ വചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. അത് അനേക വാക്യങ്ങളിൽ ആ ആശയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമർക്ക് ലേഖനം 3-ാം അധ്യായം അതിന് 24-ാം വാക്യത്തെ സൂചിപ്പിച്ചു പോകുന്നു. റോമർക്ക് ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. നോക്കണം, സൗജന്യമായിട്ടത്രേ നീതീകരിക്കപ്പെട്ട ദൈവജനത്തോട് പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് നീതീകരിക്കപ്പെട്ടത്? നിങ്ങൾ സൗജന്യമായിട്ടാണ് നീതീകരിക്കപ്പെട്ടത്. ഒരു പ്രവൃത്തിയും അതിന് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും അതിനു വേണ്ടി ചെയ്യേണ്ട ആവശ്യമൊന്നില്ല എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പം പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുവാൻ ആവശ്യമില്ല എന്നുള്ള വ്യക്തമായ ആശയം നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, നമ്മൾ തിരുവെഴുത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അതിന് ദൈവത്തിന്റെ ഒരു മുൻനിർണയം, ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മുടെ കർത്താവ് പറയുന്ന ഒരു ആശയം നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം
യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. യോഹന്നാൻ 15:16. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഞാനും പറയുക, ഞാൻ ഇന്ന വർഷം ഇന്ന മാസം ഇത്രാം തീയതി യേശു ക്രിസ്തുവിനെ എന്റെ കർത്താവായി സ്വീകരിച്ചു. ഞാൻ ചോദിക്കട്ടെ, അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അതിലെന്തെങ്കിലും വേദശാസ്ത്രപരമായി എന്തെങ്കിലും അബദ്ധമുണ്ടോ? എന്തബദ്ധമാണ്? ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ അങ്ങനെ പറയണ്ട. എന്താ? ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് പറയണം. ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന് പറയണം. നോക്കണം, നമ്മൾ പ്രവൃത്തി ചെയ്ത് ഈ കൃപയിലേക്ക് വന്നതല്ല, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ അവനെ തിരഞ്ഞെടുത്തതല്ല, അവർ എന്നെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ ആദ്യം ദൈവത്തെ സ്നേഹിച്ചതല്ല, ദൈവം ആദ്യം എന്നെ സ്നേഹിച്ചു. എന്തോ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആശയമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിച്ചത്. അപ്പൊ പ്രവൃത്തി ചെയ്തല്ല നാം രക്ഷിക്കപ്പെടുന്നത്, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം നമ്മളെ ഈ തന്റെ മുൻനിർണയപ്രകാരം തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്നാണ് തിരഞ്ഞെടുത്തത് നമുക്കറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. എഫെസ്യ ലേഖനം 1-ാം അധ്യായം അതിന് 4-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. എത്രയോ ശ്രേഷ്ഠമേറിയ ഒരു കാര്യമാണ്. അന്ന് നമ്മളില്ല, നമ്മുടെ പിതാമഹന്മാരില്ല, ആകാശമില്ല, ഭൂമിയില്ല, ചരാചരങ്ങളില്ല, ഒന്നുമില്ല. അതിനു മുമ്പ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് എത്രയോ ശ്രേഷ്ഠമേറിയ കാര്യമാണ്. അപ്പം നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിനെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട് ഒരു പ്രവൃത്തി ചെയ്ത് രക്ഷയിലേക്ക് വരിക എന്നുള്ള ആശയമല്ല അവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. ദൈവത്തിന് മുൻനിർണയത്തെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ വിശദീകരണങ്ങൾ കൂടാതെ ഞാനിത് പറഞ്ഞു പോകാം. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം നോക്കാം. 2 തിമോഥെയോസ് 1:9. സകലകാലത്തിന് മുമ്പ് ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന തുടർന്ന് വായിക്കുമ്പോൾ ഇപ്പോൾ സുവിശേഷത്താൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന. നോക്കണം, ഈ ആത്മരക്ഷ എന്ന് പറയുന്നത് എന്താ? സകലകാലത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ, സകലകാലത്തിന് മുമ്പേ എന്ന് പറഞ്ഞാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന കാലത്തിന് മുമ്പേ, അതെ, സകലകാലത്തിന് മുമ്പേ നമുക്ക് നൽകപ്പെട്ടതാണ്. പക്ഷെ അതിന്റെ ഡിക്ലറേഷനെങ്കിലും ഉണ്ടായി. അതാണ് ഇവിടെ കാണുന്നത്. സുവിശേഷത്താൽ നമുക്ക് വെളിപ്പെടുത്തി തന്ന എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് നാം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോഴാണ് നമുക്കതിന്റെ അനുഭവത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. അതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ മുൻനിർണയം എത്രയോ ശ്രേഷ്ഠമേറിയതാണ്. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം, ടൈറ്റസ് ചാപ്റ്റർ 1:2 അവിടെ കാണുന്നത് ദൈവം സകലകാലത്തിനു മുമ്പ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശയ്ക്കായി. അപ്പൊ ദൈവം സകലകാലത്തിനു മുമ്പ് വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ, സകലകാലത്തിനു മുമ്പേ. അതെ, അതാണ് നമ്മൾ എഫെസ്യത്തിൽ കണ്ടത്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്ക് ഈ രക്ഷ വാഗ്ദത്തം ചെയ്തതാണ് എന്ന് അവിടെ കാണുകയാണ്. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 7-ാം വാക്യം, 1 Corinthians 2:7 അവിടെ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പ് നമ്മളെ തേജസ്സിനായി മുൻനിയമിക്കപ്പെട്ടതും. അപ്പം ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മെ എന്ത് ചെയ്തു? മുൻനിയമിച്ചു എന്ന് അവിടെ കാണുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം അതിന് 13-14 വാക്യങ്ങളിലെ ആശയങ്ങൾ ഓർപ്പിക്കുന്നു. 2 Thessalonians 2:13-14 അവിടെ കാണുന്നത് നമ്മളെ ആദ്യം മുതൽ തെരഞ്ഞെടുത്തു എന്നാണ്. ആദ്യം മുതൽ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നമുക്കത് നിശ്ചയമായും എഫെസ്യർ 1:4 തന്നെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ആദ്യം മുതൽ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. അടുത്ത നമ്മൾ ആ ഭാഗത്ത് വായിക്കുന്നത് സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചു എന്ന് പറഞ്ഞാൽ സുവിശേഷം കേട്ട് ഈ രക്ഷയിലേക്ക് നമ്മളെ അവൻ വിളിച്ചു. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ആ
വിശ്വാസം നമ്മിൽ ഉരുവാക്കിയത് ദൈവവചനത്തിന്റെ കേൾവിയാണ്. അങ്ങനെ ഈ രക്ഷയിലേക്ക് വരുവാൻ, നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതുവാൻ ഇടയായി എന്ന് കാണാനായിട്ട് കഴിയും. ദൈവത്തിന്റെ മുൻനിർണയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന മറ്റൊരു വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 13-48 വാക്യമാണ്. Acts chapter 13 verse 48. അപ്പോസ്തല പ്രവൃത്തികൾ 13:48. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. വേറൊരു വാക്യം ഞാൻ ഓർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാം വാക്യം. Matthew chapter 7 verse 21. അവിടെ ഒരു അന്ത്യന്യായ വിധിയിൽ നമ്മുടെ കർത്താവ് ന്യായം വിധിക്കുന്ന ഗംഭീരമായ ചിത്രമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ കർത്താവ് പറയുകയാണ്, അന്ത്യന്യായ വിധിയെങ്കിൽ അന്നാളിൽ എന്റെ അടുക്കൽ വന്ന് പലരും ഇങ്ങനെ പറയും. എന്താ പറയുന്നത്? കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തു. എല്ലാം ചെയ്തത് ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിന്റെ നാമത്തിലാണ്, കർത്താവിന്റെ നാമത്തിലാണ് ചെയ്തത്. പക്ഷെ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. എന്താ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് സാത്താനും അവരുടെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുകയെന്ന് തീർത്തു പറയും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നൊരു കാര്യം എന്താണ്? ദൈവത്തിന് ഇവരെ ഒന്നും അറിയത്തില്ലെന്നാണ് അതിന്റെ അർത്ഥം. ഇവരെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ ചെയ്തത്, യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങൾ ചെയ്തത്, യേശുവിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികൾ ചെയ്തത്, യേശുവിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കിയത്, ഇതൊന്നും കർത്താവ് അറിയുന്നേയില്ല എന്നായിരുന്നു അതിന്റെ അർത്ഥം. അല്ല, അവിടുത്തെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത വീര്യപ്രവൃത്തികൾ ഞാൻ അറിഞ്ഞിട്ടില്ല എന്നല്ല ഇവിടുത്തെ അർത്ഥം. ഈ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളിയിടാൻ പോകുമ്പോൾ അവരോട് പറയുന്ന വാക്ക് എന്താ? നിങ്ങൾ ഈ രക്ഷയിലേക്ക് വരും എന്നുള്ളതിൽ ഞാനൊരു മുൻനിർണയം നിങ്ങളോടുള്ള ബന്ധത്തിനുണ്ടായിട്ടില്ല. അതാണ് അവിടുത്തെ ആശയം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ഈ മുൻനിർണയം എന്ന് പറയുന്നത് ഒരു രഹസ്യ നിർണയമാണ്. മുൻനിർണയത്തിലുള്ള ഒരാള് മുൻനിർണയത്തിലുണ്ട്, അതുകൊണ്ട് ഇനി വിശ്വസിക്കേണ്ട, യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ട എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ ഒരാള് രക്ഷിക്കപ്പെടുകയുള്ളൂ. ഞാൻ ഓർപ്പിച്ചതുപോലെ വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. അപ്പം ആ ദൈവവചനത്തിന്റെ പ്രസംഗിക്കാതെ ആർ കേൾക്കും, കേൾക്കാതെ ആർ വിശ്വസിക്കും. അപ്പം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ, അതറിയിക്കുമ്പോൾ ആ വചനം ഒരാൾ കേട്ട് വിശ്വാസം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുന്നു. അങ്ങനെയാണ് വിശ്വാസത്തിലേക്ക് വരികയാണ്. അപ്പം സുവിശേഷം കേൾക്കാതെ ഒരൊറ്റ ആൾക്ക് പോലും രക്ഷിക്കപ്പെടുവാൻ ദൈവം ഒരു പദ്ധതി വെച്ചിട്ടില്ല എന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. അപ്പം നമ്മള് ഈ രക്ഷ നമ്മള് സ്വന്തമാക്കി. അപ്പൊ ഒരാളെ പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നമ്മളെ കേട്ടു. അതുകൊണ്ടാണ് നമ്മളൊക്കെ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്തോ ഒരു സന്തോഷത്തിൽ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമേ കർത്താവിന് വേണ്ടി ഒഴുക്കി വെക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കർത്താവിന്റെ സ്നേഹം എത്രയോ ആഴമേറിയതാണ് എന്നുള്ളതാണ്. അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. സാറ് ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു ഉദാഹരണം വളരെ ശ്രദ്ധേയമാണ്. അതിങ്ങനെയാണ്, ഒരു ജലപ്രളയം ഉണ്ടാകും. ഇപ്പം സപ്പോസ് നോഹിയുടെ കാലത്തിലെ ജലപ്രളയം പോലെ ഉള്ള ഒരു ജലപ്രളയം ഉണ്ടാവുകയാണ്. അപ്പോൾ ഒരാള് ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, അതിഭയങ്കരമായ ജലപ്രളയം വരാൻ പോകുന്നു, ആളുകളെല്ലാം പ്രളയത്തിൽ മുങ്ങുമരിക്കാൻ പോകുന്നു. പക്ഷേ ഈ പ്രളയത്തിൽ വീണു പോകാതിരിക്കാൻ ഒരു പെട്ടകം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഒരു പെട്ടകം റെഡിയാക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം ആരൊക്കെ ഈ പെട്ടകത്തിൽ കയറുന്നുവോ അവർക്ക് ഈ ജലപ്രളയത്തിൽ
മുങ്ങി മരിക്കുവാൻ ആവശ്യം വരികയില്ല, അവർക്ക് ജീവനോട് പെട്ടകത്തിൽ ആയിരിക്കാം എന്ന് പ്രസംഗിക്കുക. എസെക്കിയേൽ സാർ പറയുന്നത്, ഈ പ്രസംഗം കേട്ടിട്ട് ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഇത് സത്യമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാനത് വിശ്വസിച്ചിട്ട് ഞാൻ ഈ പെട്ടകത്തിൽ കയറി. ഞാൻ ഈ പെട്ടകത്തിൽ കയറിയപ്പോൾ അവിടെ ഒരു വലിയ ബോർഡ് അതിൽ കയറിയപ്പോൾ തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടു. ആ ബോർഡിൽ ഒരുപാട് ആളുകളുടെ പേരുകളുണ്ടായിരുന്നു. ആ പേരുകൾ അദ്ദേഹം നോക്കിയപ്പോൾ അത് ഒരു പേര് വൈ എസെക്കിയേൽ എന്നാണ്. എസെക്കിയേൽ സാർ ചോദിക്കുന്നത്, ഈ പേര് കണ്ടിട്ടാണ് ഞാൻ ഇതിനകത്ത് കയറിയത്? അല്ല, ഈ പേര് ഇതിൻ്റെ അകത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടല്ല കയറിയത്. ഈ പ്രസംഗം കേട്ടു, ഇത് ശരിയാണെന്ന് വിശ്വസിച്ചു, ആ പെട്ടകത്തിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞാനും ഈ പെട്ടകത്തിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ മുൻനിർണയമായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. ഞാൻ വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ കാണുന്നത് പ്രവൃത്തി ചെയ്ത് രക്ഷിക്കപ്പെടുക എന്നൊരു പ്രമാണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ ഈ കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മൾ രക്ഷിതാവായി സ്വീകരിച്ചു. അത് പ്രവൃത്തിയാലല്ല, ദൈവം നമ്മളെ സൗജന്യമായിട്ട് രക്ഷിച്ചതാണ്. അപ്പൊ അതിന് ഏറ്റവും ഉപയോഗമായ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന്റെ ഒരു മുൻനിർണയം നമ്മുടെ രക്ഷാബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിന്റെ ഒരു മുൻനിർണയം നമ്മുടെ രക്ഷാബന്ധത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയത്തിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിപ്പീൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ വായിച്ചത് എന്താ? ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. നോക്കണം, ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഭയം വേണം, വിറയൽ വേണം. അതെത്രയും വേണം? ഏറ്റവും അധികം വേണം. ഏറ്റവും അധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് നാം ഇവിടെ വായിക്കാം. എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് ആണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ നിതാന്ത ജാഗ്രത പുലർത്തി രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. ഒരു അലസതയും ആ കാര്യത്തിൽ കാണിക്കാൻ പാടില്ല, ഒരു മടിയും ആ കാര്യത്തിൽ കാണിക്കാൻ പാടില്ല. എനിക്ക് ഇന്ന കാര്യമുണ്ട്, എനിക്ക് ഇന്ന തിരക്കുണ്ട്, എനിക്ക് ഇന്ന ജീവിത പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് അത് രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് യാതൊരു ന്യായവുമില്ല. നമ്മൾ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിച്ചേ പറ്റുകയുള്ളൂ. ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കും. ഈ ഭയത്തോടും വിറയലോടും കൂടെ എന്ന് പറഞ്ഞാൽ നമ്മള് ഭയപ്പെട്ട് വിറച്ച് അത് ചെയ്യുക എന്നുള്ളത് അതിനേക്കാളേറെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആശയം, ഈ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതിന്റെ അത്യാവശ്യകത ഞാൻ മനസ്സിലാക്കണം എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്ന വസ്തുത എന്ന് പറയും. ഞാൻ ഈ ഭയത്തോടും വിറയലോടും കൂടെ എന്നുള്ളതിന് ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇപ്പോൾ അത് കുറെ കൂടി വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം അതിന് 3-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം വായിക്കുന്നു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ഞാൻ ഇങ്ങനെ വായിക്കാം. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പൗലോസ് കൊരിന്ത്യരുടെ ഇടയിൽ ചെന്നപ്പോൾ പേടിച്ച് വിറച്ച് അങ്ങനെ ഇരുന്നതാണ് അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥമല്ല. പിന്നെന്താ? ഞാൻ ഭയത്തോടും വിറയലോടും കൂടി
നിങ്ങളുടെ ഇടയിൽ ഇരുന്നു എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ആശയം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, പൗലോസിനോട് പറയുന്ന ഒരു ആശയം എന്നത് ക്രൂശിക്കപ്പെട്ട ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവരായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു എന്ന് പറഞ്ഞാൽ അത്യഗാധ പണ്ഡിതനാണ് അപ്പോസ്തലനായ പൗലോസ്. ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് ഉന്നതമായ വിദ്യാഭ്യാസം കരസ്ഥമാക്കിയവനാണ്. യവന സംസ്കാരത്തിന്റെ ഊടും പാവും മനസ്സിലാക്കിയ വിജ്ഞാന ഭണ്ഡാകാരമായിരുന്നു തർസൂസുകാരനായ ശൗൽ. പക്ഷേ താൻ കൊരിന്ത്യരിടയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം അല്പം പോലും ചോർന്നു പോകാതെ, എന്ന് പറഞ്ഞാൽ തനിക്കെന്തെങ്കിലും മഹത്വമുണ്ടെന്ന് കൊരിന്ത്യർ ഉദ്ദേശിക്കാൻ ഇടയാകാതെ വണ്ണം അവരോട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു എന്നുള്ളതാണ്. അതാണ് വളരെ നടുക്കത്തോടും ഭയത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം അത് പൗലോസിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ വിഷയത്തിന്റെ ഗൗരവം അത് ഓർപ്പിച്ചാണ് താൻ ഈ കാര്യം അവരോട് പറയുന്നത്. തൊട്ടു മുമ്പ് നാം വായിക്കുന്നുണ്ട്, ജ്ഞാനി എവിടെ, ശാസ്ത്രി എവിടെ, ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കും എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ആഗ്രഹിക്കുന്നത് അടയാളമാണ്, എന്തെങ്കിലും കാണണം, അത്ഭുതങ്ങൾ നടക്കണം, അടയാളങ്ങൾ നടക്കണം. പക്ഷെ യവനന്മാരും വിചാരിക്കുന്നത് ജ്ഞാനമാണ്. പൗലോസിന്റെ പ്രസംഗത്തിലൂടെ ബൗദ്ധികമായ അറിവ് അവർക്കുണ്ടാകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷെ പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് അടയാളം തരാനായിട്ട് പറ്റുകയില്ല, എനിക്ക് നിങ്ങൾക്ക് ജ്ഞാനം തരാനായിട്ട് കഴിയുകയില്ല. എന്റെ പ്രസംഗത്തിൽ ആകെയുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഗൗരവം അദ്ദേഹം ശരിയായിട്ട് മനസ്സിലാക്കി എന്നുള്ളതാണ്. ഞാൻ എന്താണ് പ്രസംഗിക്കുന്നത്, ആരെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നത്, അതിന്റെ ഗൗരവം മനസ്സിലാക്കി സൂക്ഷിച്ചത് കൊണ്ടാണ് താൻ ഇവിടെ നടുക്കത്തോടും വളരെ ഭയത്തോടും കൂടി അവരുടെ ഇടയിൽ ഇരുന്നു എന്ന് താൻ പറയും. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിന്റെ ഗൗരവം താൻ ശരിക്കും മനസ്സിലാക്കി എന്നുള്ളതാണ്. ഇനി ഞാൻ വളരെ ഭയത്തോടും പറയലോടും എന്നുള്ളതിന് ഉദാഹരണമായി മറ്റൊരു വാക്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. അപ്പോസ്തലനായ പൗലോസിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 7-ാം അധ്യായം അതിന് 15-ാം വാക്യം, 2 കൊരിന്ത്യർ 7-ാം അധ്യായം അതിന് 15-ാം വാക്യം, സത്യമായി വന്നു അവനെ ഭയത്തോടും വിറയലോടും കൂടെ കൈക്കൊണ്ടതിൽ നിങ്ങളെല്ലാവരും കാണിച്ച അനുസരണം അവൻ ഓർക്കുമ്പോൾ നിങ്ങളോടുള്ള അവന്റെ അനുരാഗം അത്യന്തം വർദ്ധിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അവനെ ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങൾ കൈക്കൊണ്ടു. കൊരിന്ത്യയിലെ വിശ്വാസികൾ തീത്തോസിനെ, അവരെ എന്ന് പറഞ്ഞിരിക്കും തീത്തോസിനെയാണ്, തീത്തോസിനെ അവർ കൈക്കൊണ്ടു. എങ്ങനെ കൈക്കൊണ്ടു? ഭയത്തോടും വിറയലോടും കൂടെ കൈക്കൊണ്ടു. ഭയത്തോടും വിറയലോടും കൂടെ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം? പൗലോസ് തീത്തോസിനെ ഇവരുടെ അടുക്കലേക്ക് അയച്ചു. അപ്പൊ തീത്തോസ് ഇവരുടെ അടുക്കൽ വന്നപ്പോൾ അവർ അവനെ റിസീവ് ചെയ്തു, സ്വീകരിച്ചു. അത് എങ്ങനെയായിരുന്നു? ഭയത്തോടും വിറയലോടും കൂടെ എന്ന് പറഞ്ഞാൽ കൊരിന്ത്യരായ ആളുകളെല്ലാം പേടിച്ച് ഉറച്ച് നടുങ്ങി ഈ തീത്തോസിനെ സ്വീകരിച്ചു. അങ്ങനെ കണ്ടു. എന്താണ്? ഒരു വലിയ ഭീകരൻ വരുന്നത് പോലെ അവർ പേടിച്ചു വിറച്ച് ഈ തീത്തോസിന്റെ അടുക്കലിരുന്നു എന്നാണോ അതിന്റെ അർത്ഥം? ഒരിക്കലുമല്ല. ഭയത്തോടും വിറയലോടും കൂടി തീത്തോസിനെ നിങ്ങൾ കൈക്കൊണ്ടു എന്ന് പറഞ്ഞാൽ തീത്തോസ് ആരാണ് എന്ന് കൊരിന്ത്യർ മനസ്സിലാക്കി. ഈ തീത്തോസ് എന്തിനാണ് വന്നത് എന്ന് കൊരിന്ത്യർ മനസ്സിലാക്കി. എന്തിനാ വന്നത്? തീത്തോസ് വന്ന് ദൈവത്തിന്റെ വചനങ്ങളോട് അറിയിക്കാനാണ്. തീത്തോസിനെ ആരാണ് അയച്ചത്? പൗലോസാണ് അയച്ചത്. അപ്പൊ പൗലോസ് കൊരിന്ത്യരിടയിലേക്ക് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം അറിയിക്കാനായിട്ട് അയച്ച ഒരു വ്യക്തിയാണ് തീത്തോസ്.
ആ ബോധ്യം കൊരിന്ത്യർക്കുണ്ടായി. അതിന്റെ ബഹുമാനം ഈ കൊരിന്ത്യർ തീത്തോസിന് കൊടുത്തു. അയ്യോ, ഞങ്ങളോട് ദൈവത്തിന്റെ വചനം അറിയിക്കാനാണല്ലോ ഇദ്ദേഹം വന്നത്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഞങ്ങളോട് അറിയിക്കാനാണല്ലോ വന്നത്. ആ മാന്യത തീത്തോസിന് ഇവർ നൽകി. അതാണ് ഇവിടെ ഭയത്തോടും പറയലോടും കൂടെ നിങ്ങൾ അവനെ കൈക്കൊണ്ടു എന്ന് പറയും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. ഇവിടെ നിങ്ങൾ കാണുന്നത് രക്ഷയ്ക്കായി നിങ്ങൾ പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കണം? ഏറ്റവും അധികമായി ഭയത്തോടും പറയലോടും കൂടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അത്യാവശ്യത നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനുവേണ്ടി പ്രവർത്തിക്കാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. നിശ്ചയമായും പ്രവർത്തിച്ചേ മതിയാകുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? നമുക്ക് ന്യായമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഏകദേശം 4 ആശയങ്ങളാണ് ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തുടർന്ന് എന്തിനു വേണ്ടിയൊക്കെ നമ്മൾ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം എന്നുള്ളതും കൂടി ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ എന്ന് പറഞ്ഞാൽ എന്താ അതിന് ഒന്നാമത്തെ ആശയം ഞാൻ പറയുന്നു, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് പ്രവർത്തിപ്പീൻ എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടതുകൊണ്ട് പ്രവർത്തിപ്പീൻ എന്നുള്ളതാണ്. നമ്മൾ അല്പം മുമ്പ് എഫെസ്യർ 2-ാം അധ്യായം അതിൽ 8 മുതലുള്ള വാക്യങ്ങൾ കണ്ടു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിൽ നിങ്ങൾ കാരണമല്ല, ദൈവത്തിന് ദാനമത്രയാകുന്നു. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. അതിന്റെ 10-ാം വാക്യം നമ്മൾ നോക്കാം. എഫെസ്യർ 2:10, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നോക്കണേ, ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് ശരി തന്നെയാണ്. പക്ഷെ എന്തിനാണ് രക്ഷിക്കപ്പെട്ടത്? നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. എന്തിനു വേണ്ടിയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്? വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുവാനായിട്ടാണ് ദൈവം നമ്മളെ രക്ഷിച്ചത്. അതിന്റെ ഉള്ളിൽ നിന്ന് നോക്കണം, നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ സൽപ്രവർത്തികൾ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടത്തെ ഈ ലോകത്തിൽ നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ദൈവം നമ്മെയും തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട, ഒരു പ്രവൃത്തിയും ചെയ്യാതെ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കുന്നത്, നമ്മെ കർത്താവ് രക്ഷിച്ചത് പ്രവൃത്തി ചെയ്യാനാണ്. ഇനി എത്രമാത്രം പ്രവൃത്തി ചെയ്യാമോ അത്രമാത്രം പ്രവൃത്തി ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തീത്തോസിന്റെ ലേഖനമൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി ആശയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ നാം സൽപ്രവൃത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു എന്ന് അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന് 14-ാം വാക്യം അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളെ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. കാൽവരിയിലെ ക്രൂശിൽ ദൈവോത്തരനായ യേശുക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്നാണ് ഇവിടെ കാണുന്നത്. ആകട്ടെ, എന്തിനു വേണ്ടിയാണ് നമുക്ക് വേണ്ടി തന്നെത്താൻ കൊടുത്തത്? അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണ്? സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തജനം. ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുന്ന ഒരു കൂട്ടം അവർ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. സൗകര്യമുണ്ടെങ്കിൽ സൽപ്രവൃത്തി ചെയ്യാം, നേരമുണ്ടെങ്കിൽ സൽപ്രവൃത്തി ചെയ്യാം, മനസ്സുണ്ടെങ്കിൽ സൽപ്രവൃത്തി ചെയ്യാം. അങ്ങനൊരു പ്രമാണം ഇവിടെ ഇല്ല. നിശ്ചയമായും സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി
നമ്മെ നിർത്താനായിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് എന്ന് നമ്മൾ വായിക്കാം. നമ്മളുടെ ശുദ്ധീകരിക്കേണ്ടതിന് എന്നൊരു പദവിലൂടെ കാണുന്നുണ്ട്. സൽപ്രവർത്തികളിൽ ശുഷ്കാന്തി ഉള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തുക, വേർതിരിക്കുക, അതായത് ശുദ്ധീകരിക്കുക എന്നുള്ള അർത്ഥം. എന്ന് പറഞ്ഞാൽ സൽപ്രവർത്തികൾ ചെയ്ത് ലോകത്തിൽ ജീവിക്കാൻ ഒരു കൂട്ടത്തെ ദൈവം മാറ്റി നിർത്തുന്നു. അതിനുവേണ്ടിയാണ് കർത്താവ് നമ്മളെ രക്ഷിച്ചത്. നമ്മളിപ്പോ സൽപ്രവൃത്തി ചെയ്യേണ്ടത് എത്രയോ അത്യാവശ്യകതയാണ് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതിന്റെ അർത്ഥം കുറെ കൂടി ഗാംഭീര്യമുള്ളതായിട്ട് തിരികെയാണ്. യാക്കോബിന്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ഈ അർത്ഥം കുറെ കൂടി ഗാംഭീര്യമുള്ളതായിട്ട് തിരികെയാണ്. യാക്കോബിന്റെ ലേഖനം രണ്ടാം അധ്യായം യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, അതിന്റെ 18-ാം വാക്യം. യാക്കോബ് 2-ന്റെ അതിന് 18-ാം വാക്യം. എന്നാൽ ഒരുത്തൻ നിനക്ക് വിശ്വാസമുണ്ട് എന്നും എനിക്ക് പ്രവൃത്തികൾ ഉണ്ട് എന്ന് പറയുമായിരിക്കും. നിന്റെ വിശ്വാസം പ്രവൃത്തികൾ കൂടാതെ കാണിച്ചു തരിക, ഞാനും എന്റെ വിശ്വാസം പ്രവൃത്തികളാൽ കാണിച്ചു തരാം. നോക്കണം, അതിന് 17-ാം വാക്യം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. 20-ാം വാക്യം നോക്കുക. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? എത്ര ശക്തമായിട്ടാണ് ഇവിടെ പറയുന്നത്. വ്യർത്ഥ മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് ഗ്രഹിപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? അവരെ വ്യർത്ഥ മനുഷ്യ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാമോ? ഇപ്പൊ ഒരാൾ വിശ്വാസിയാണെന്ന് പറയുന്നു, പക്ഷെ പ്രവൃത്തിയില്ല, അവരെയാണ് വ്യർത്ഥ മനുഷ്യ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നീ വിശ്വാസിയാണെന്ന് പറയുന്നത് വെറുതെയാണ്, നീ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് വെറുതെയാണ്, നീ നിത്യജീവൻ പ്രാപിച്ചു എന്ന് പറയുന്നത് വെറുതെയാണ്. പ്രവൃത്തിയില്ലാത്ത ജീവിതം നീ നയിക്കുന്നുവെങ്കിൽ വിശ്വാസി അല്ല എന്ന ധ്വനിയാണ് യാക്കോബ് ഇവിടെ കൊടുക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. അപ്പൊ ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഈ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് ദൈവം ഇണങ്ങിയും പിണങ്ങിയും നമ്മളോട് ഇടപെടും. യാക്കോബ് 1-ന്റെ 2-ാം വാക്യം നോക്കാം. യാക്കോബ് 1:2. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന് പരിശോധന സ്ഥിരതയുള്ളതാക്കുന്നു എന്നറിഞ്ഞ് അവശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ പരിശോധന, വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം വിശ്വാസത്തിന് പരിശോധന തരികയാണ്. ആകട്ടെ എന്തിനു വേണ്ടിയാണ് പരിശോധന തരുന്നത്? 4-ാം വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. നിങ്ങൾ ഒന്നിനും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പൊ ഒരു തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകാൻ വേണ്ടിയാണ് വിവിധ പരീക്ഷകൾ, പരിശോധനകൾ ദൈവം നമുക്ക് തരുന്നത്. അതിന് 13 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ മോഹമുണ്ടായി ആ മോഹത്തെ ക്രൂശിക്കാതെ ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിച്ച് അഥവാ പാപത്തിന്റെ പ്രവൃത്തികളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും, അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ വരുന്ന പരീക്ഷകളെ കുറിച്ചാണ് 13-ാം വാക്യത്തിൽ 13 മുതലുള്ള വാക്യങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ എല്ലാ ദൈവമക്കൾക്കും ദൈവം തരുന്ന വിശ്വാസത്തിന്റെ പരിശോധനയും പാപം മുഖാന്തരം ഉണ്ടാകാവുന്ന പരീക്ഷകളും ഇതിന്റെ രണ്ടിന്റെ ഉദ്ദേശം ഒന്നാണ്. എന്താണെന്നറിയാമോ? തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകണം. വിശ്വാസത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഈ പരിശോധനകൾ നമുക്ക് തരുന്നത്. എന്റെ ബഹുമാനി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ പോയപ്പോൾ ഈ പ്രവൃത്തി എത്രമാത്രം
നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് നാം നിശ്ചയമായും ഓർക്കേണ്ടുന്നതായ കാര്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നു, നിങ്ങൾ ഒന്നിനും കുറവില്ലാത്തവരായിരിക്കണം, തികഞ്ഞവരായിരിക്കണം, സമ്പൂർണരായിരിക്കണം. അതിനുവേണ്ടിയാണ് തികഞ്ഞ പ്രവൃത്തി നിങ്ങൾക്കുണ്ടാകേണ്ടത്. അപ്പൊ ഈ ലോകത്തിൽ തന്നെ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ പരിമിതികളുള്ള നമ്മുടെ ജീവിതത്തിൽ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ തികവ് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അതിന്റെ ശരിയായ തികവ് എന്ന് പറയുന്നത് കർത്താവ് സന്നിധി നമ്മൾ ചെല്ലുമ്പോഴാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ലോകത്തിൽ തന്നെ നമുക്കൊരു തികവ് ഉണ്ടാകാനായിട്ട് സാധിക്കും. റോമാലേഖനം 8-ാം അധ്യായം അതിന് 37-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, റോമൻസ് 8:37, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഫുൾ എ പ്ലസ് ആണ്, പൂർണ്ണ ജയമാണ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യങ്ങളൊന്നുമല്ല, വളരെ വളരെ ഗൗരവമേറിയ കാര്യങ്ങളാണ്. മരണം, ജീവൻ, വാഴ്ചകൾ, അധികാരങ്ങൾ, ഇപ്പോഴുള്ളത്, വരുമാനമുള്ളത്, ദൂതന്മാർ, അയ്യോ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇല്ലേ? ഈ കഠിനമായ സാഹചര്യത്തിൽ പോലും ഫുൾ എ പ്ലസ്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരട്ടെ, ഈ ലോകത്തിൽ തന്നെ ഒരു തികവിന്റെ അനുഭവം നമുക്ക് ആ നിലയിൽ പ്രാപ്ത പരിമിതികൾ ഉള്ള ഈ ശരീരത്തിൽ പരിമിതികളോട് കൂടെയുള്ള ഒരു തികവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, പെർഫെക്റ്റ് സയന്റിഫിക്കേഷൻ അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ തികവ് ഉണ്ടാകുവാനായിട്ട് സാധിക്കും. കൊലോസ്യർ 4-ാം അധ്യായം 12-ാം വാക്യം, കൊലോഷ്യൻസ് chapter 4:12, അവിടെ എപ്പഫ്രാസിന്റെ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. അതിനെക്കുറിച്ച് പൗലോസ് കൊലോസ്യ വിശ്വാസം കൊണ്ട് പറയുകയാണ്, എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ തികഞ്ഞവരും ദൈവഗതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയം ഉള്ളവരുമായിരിക്കണം. നിങ്ങൾ തികഞ്ഞവരായിരിക്കണം, മാത്രമല്ല ദൈവഗതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. ഇവിടെ ഒരു തികവ് നമുക്ക് നയിക്കാനോട് കഴിയുമെന്നാണ് കാണുന്നത്. നമ്മളിവിടെ കാണുന്നത് ഒന്നാമത്തെ ആശയം, രക്ഷയ്ക്കായി പ്രവർത്തിപ്പിക്കുന്നുള്ളതിന് ഒന്നാമത്തെ ആശയമാണ് നമ്മൾ കണ്ടത്. നാം രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് പ്രവർത്തിക്കുക. നാം രക്ഷിക്കപ്പെട്ടത് കൃപയാലാണ്. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് പ്രവർത്തിക്കുക. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് എത്രയോ ഭാഗ്യമാണ്. ചില പറയാറുണ്ട്, അയ്യോ ഈ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലെങ്കിലും ചിന്തിക്കുന്ന ആളുകളുണ്ടാകാം. എന്നാൽ അത്രയും കൂടുതൽ അതിന് വലിയ ഭാഗ്യമാണ്. അങ്ങനെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് നാം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. കർത്താവിനെ വെച്ചാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ആഴ്ച ചിന്തിക്കാം. നാം കണ്ടത് രക്ഷയ്ക്കായി പ്രവർത്തിപ്പെന്നുള്ളതാണ്. എങ്ങനെ പ്രവർത്തിക്കണം? ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ രക്ഷയ്ക്കായിട്ട് പ്രവർത്തിക്കണം. ഇത് രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള ഒരു ആഹ്വാനമല്ല, രക്ഷിക്കപ്പെട്ടവർക്കാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, രക്ഷിക്കപ്പെടുക എന്ന വിഷയത്തിൽ ദൈവത്തിന്റെ ഒരു മുൻ നിർണയം രക്ഷിക്കപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനം ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. വേറെ 3 കാര്യങ്ങൾ കൂടി നമുക്ക് ചിന്തിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് നമുക്ക് ഈ ദിവസം പ്രവേശിക്കാം. എല്ലാവർക്കും നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, കുടുംബങ്ങളിൽ ദൈവം നമുക്കെല്ലാ നന്മയും അനുഗ്രഹവും തന്ന് ദൈവം നമ്മളെ വഴി നടത്തട്ടെ. കർത്താവിന്റെ വിലയേറിയ നാമം എന്നും മുന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.